ഹലോ ഫ്രണ്ട്സ്, ഞാൻ രാജേശ്വരി വിനോദ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ICDSുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ICDSന്റെ എക്സാം നമുക്കറിയാം, ഒക്ടോബർ മാസം ഡിഗ്രി ലെവൽ എക്സാം വിളിച്ചിരിക്കുകയാണ്. ഒക്ടോബർ മാസത്തിന് ശേഷം അല്ലെ ഒക്ടോബർ തൊട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പരീക്ഷയാണ് ICDSന്റെ എക്സാം. നമ്മുടെ LP UP അസിസ്റ്റന്റ് എക്സാം പോലെയൊക്കെ ഉദ്യോഗാർത്ഥികൾ വളരെ കണ്ണു നട്ടിരിക്കുന്ന ഒരു എക്സാമാണ് ICDS സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഒരു വൈറ്റ് കോളർ ജോബ് എന്ന് തന്നെ പറയാം. വനിതകൾക്ക് അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകൾക്ക് ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ ജോലി കഴിഞ്ഞാൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജോലി തന്നെയാണ് ICDS സൂപ്പർവൈസർ എന്ന് പറയാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് കൊച്ചു കുട്ടികളുമായിട്ട് എപ്പോഴും ഇങ്ങനെ മിങ്കിൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രായവും എപ്പോഴും കുഞ്ഞായിരിക്കും അല്ലേ, നമ്മുടെ മൈൻഡും എപ്പോഴും കുഞ്ഞായിരിക്കും. എനിവേ, ഒക്ടോബർ മാസത്തിന് ശേഷം ഒക്ടോബർ 1 തൊട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ICDSന്റെ എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ ICDSലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് മീൻസ് ഒരു പോയിന്റ്, അതായത് ഒരു ചാപ്റ്റർ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ഓക്കെ, അതിനകത്തുനിന്ന് പ്രധാനമായിട്ട് ഒരു മാർക്കിന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ അത് പഠിച്ചു പോവുക. ICDSന്റെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ നാളെ മിസ് ക്ലാസ് കണ്ടില്ലല്ലോ, നാളെ റെഗുലർ ആയിട്ട് ഞാൻ തരില്ല. അതായത് ഒരു 2 അല്ലെങ്കിൽ 3 ദിവസം ഗ്യാപ്പിൽ ഓരോ ടോപ്പിക്കുകളായിട്ട് ഇട്ട് തരാം. അപ്പം അതെന്ത് ചെയ്യുക, മാക്സിമം നോട്ട് എഴുതിയെടുത്ത് അത് അപ്പോൾ തന്നെ ഉരുവിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ICD എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ICD എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ICD എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ, ICD നമുക്കറിയാം, ICD സ്റ്റാൻഡ്സ് ഫോർ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് എന്നാണ് പറയുക. ICD സ്റ്റാൻഡ്സ് ഫോർ, ചുണ്ടനക്കി എൻ്റെ കൂടെ പറയണം, ICD എന്ന് വെച്ചാൽ എന്താണ്? ICD സ്റ്റാൻഡ്സ് ഫോർ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എഴുതുക, ICD സ്റ്റാൻഡ്സ് ഫോർ എന്താണ് കുഞ്ഞുങ്ങളെ? ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് എന്നാണ് ICD പറയുക. ഓക്കെ, ICDയുടെ ഫുൾ ഫോം ആണ് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. ഇനി ICDയുടെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോയിന്റ് ആണ്, വാട്ട് ഈസ് ICD എന്ന് ചോദിച്ചാൽ, ICD ഈസ് എ ഡയഗ്നോസ്റ്റിക് ടൂൾ. എന്താണ് ICD എന്ന് വെച്ചാൽ? എന്താണ്? ഇറ്റ് ഈസ് എ ഡയഗ്നോസ്റ്റിക് ടൂൾ ആണ്. ICD എന്ന് വെച്ചാൽ എന്താണ് കുഞ്ഞുങ്ങളെ? ഒരു ഡയഗ്നോസ്റ്റിക് ടൂൾ ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ICD ഈസ് മാനേജ്ഡ് ഓർ ഓർഗനൈസ്ഡ് ബൈ ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അപ്പൊ ICD ആരാണ് മാനേജ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് ബൈ ആരാണ്? WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് എന്ന് കാണാം. അപ്പൊ 3 പോയിന്റുകൾ നമ്മൾ പഠിച്ചു. ICD എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ആണ്. ICD എന്ന് പറയുന്നത് ഒരു ഡയഗ്നോസ്റ്റിക് ടൂൾ ആണ്. മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുന്നത് ആരാണ്? WHO ആണ്. ICD ഈസ് അപ്ഡേറ്റഡ് പീരിയോഡിക്കലി ബൈ WHO. അപ്പോൾ ഒരു പീരിയോഡിക്കലി അപ്ഡേറ്റഡ് ആവുന്ന സംഗതിയാണ് ICD എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അപ്ഡേറ്റഡ് പീരിയോഡിക്കലി ബൈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാൽ ഇത് എന്ത് ചെയ്യുന്നു? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ പീരിയോഡിക്കലി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന, ഇറ്റ് ഈസ് അപ്ഡേറ്റഡ് പീരിയോഡിക്കലി. അപ്പൊ എന്ത് ചെയ്യുന്നു? പീരിയോഡിക്കലി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്ഡേറ്റഡ്, ഇറ്റ് ഈസ് പീരിയോഡിക്കലി അപ്ഡേറ്റഡ് ബൈ ആരാലാണ്? ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO. അയാളാണ് എന്ത് ചെയ്യുന്നു? പീരിയോഡിക്കലി അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ICD എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് കോഡ്സ്. ICD എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് കോഡ്സ്. ICD ഈസ് എ സെറ്റ് ഓഫ് കോഡ്സ്. ആരാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ബൈ മെഡിക്കൽ ഓർ ഹെൽത്ത് പ്രൊഫഷണൽസ്. ICD എന്ന് വെച്ചാൽ കോഡ് സിസ്റ്റം ആണ്. ICD എന്ന് വെച്ചാൽ മെഡിക്കൽ കോഡാണ്. ഓക്കെ, മെഡിക്കൽ കോഡുകളാണ്. ആരാണ് ഉപയോഗിക്കുന്നത്? ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ് ഉപയോഗിക്കുക.
ആരാണ് ICD കോഡുകൾ ഉപയോഗിക്കുക? ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ്. ഇനി എന്തിനാണ് അവർ ഉപയോഗിക്കുക? ടു ക്ലാരിഫൈ ഓർ ഐഡന്റിഫൈ ദ വേരിയസ് ഹെൽത്ത് കണ്ടീഷൻസ്. അപ്പം വിവിധ തരത്തിലുള്ള ഹെൽത്ത് കണ്ടീഷൻസിനെ ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ആ വിവിധ തരത്തിലുള്ള ഹെൽത്ത് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ സിംറ്റംസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസീസ് ആവാം, അതുമല്ലെങ്കിൽ എന്തെങ്കിലും കോസ് ഓഫ് ഡെത്ത് മരണകാരണങ്ങളാവാം, ഒരു രോഗലക്ഷണമാവാം, ഒരു രോഗമാവാം, അതുമല്ലെങ്കിൽ മരണകാരണങ്ങളാവാം. ഇവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡി അല്ലെ ഇവയെക്കുറിച്ച് പഠിക്കുന്ന കോഡ് സിസ്റ്റം ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്. അപ്പൊ ആരാണ് ഉപയോഗിക്കുന്നത്? ICD ഉപയോഗിക്കുന്നത്. ICD എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് കോഡ്സ് എന്നാ പറയുന്നത് അല്ലെ, മെഡിക്കൽ കോഡ്സുകളാണ്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് കോഡ്സ് ആണ് യൂസ്ഡ് ബൈ ആരാണ് ഉപയോഗിക്കുന്നത്? ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ് ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു ക്ലാരിഫൈ ഓർ ഐഡന്റിഫൈ. എന്തിനാണ്? ടു ക്ലാരിഫൈ ഓർ ഐഡന്റിഫൈ വേരിയസ് ഹെൽത്ത് കണ്ടീഷൻസ്. ഓക്കെ, കിട്ടിയോ കുഞ്ഞുങ്ങളെ? സെറ്റ് ആണോ കുഞ്ഞുങ്ങളെ? ക്ലിയർ ആണോ? അപ്പം ICD എന്ന് പറയുന്നത് സെറ്റ് ഓഫ് കോഡ്സ് ആണ്. ആരാണ് ഉപയോഗിക്കുന്നത്? ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ് ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ടു ഐഡന്റിഫൈ ഓർ ക്ലാരിഫൈ വേരിയസ് ഹെൽത്ത് കണ്ടീഷൻസ്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റുകൾ നമ്മൾ പഠിച്ചു. ഒന്നുകൂടെ നമുക്ക് പറയാം. ICD എന്ന് വെച്ചാൽ പീരിയോഡിക്കലി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ മെഡിക്കൽ കോഡാണ്. ആരാണ് ഓർഗനൈസ് ചെയ്യുന്നത്? WHO ആണ്. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് എന്നാണ് ICDയുടെ മുഴുവൻ പേരെന്ന് പറയാം. ICD എന്ന് വെച്ചാൽ ഒരു ഡയഗ്നോസ്റ്റിക് ടൂൾ ആണ്. ICD ഓർഗനൈസ് ചെയ്യുന്നത് ആരാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസ് ആണെന്ന് കാണാനായിട്ട് സാധിക്കും. ICD എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് കോഡാണ്. ആരുപയോഗിക്കുന്നു? ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, അതായത് ഡോക്ടർമാര്, നേഴ്സുമാര്, ഫാർമസിസ്റ്റുകള്, കോഡ് ഡിസൈൻ ചെയ്യുന്നവര്, അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് സെന്റർ, ഇങ്ങനെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന, മെഡിക്കലായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാവരും, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എന്ന് വെച്ചാൽ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മെഡിക്കൽ ഫീൽഡിലുള്ള എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നതാണ് ICD കോഡുകൾ എന്ന് പറയുന്നത്. എന്തിനാണ്? ടു ക്ലാരിഫൈ ഓർ ഐഡന്റിഫൈ വേരിയസ് ഹെൽത്ത് കണ്ടീഷൻസ്. ഓക്കെ, സെറ്റ് അല്ലേ കുഞ്ഞുങ്ങളെ? അപ്പൊ ICD എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് കോഡാണ്. ഓക്കെ, അപ്പൊ ഈ ICD കോഡുകളുടെ പർപ്പസ് എന്താണ്? ICD കോഡ്സിന് ഇറ്റ് ഹാസ് എ വെറൈറ്റി പർപ്പസസ്. ഓക്കെ, ഒരുപാട് എന്തുണ്ട്? ICD കോഡുകൾക്ക് ഒരുപാട് പർപ്പസസ് ഉണ്ട്. ഓക്കെ, ഒരുപാട് പർപ്പസസ് ഉണ്ട് ICD കോഡുകൾക്ക്. അതിൽ ഒന്നാമത്തെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രാക്കിംഗ് ആൻഡ് ഹെൽത്ത് കെയർ അനാലിസിസ് ഓഫ് ഹെൽത്ത് കെയർ. ഓക്കെ, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ കണ്ടീഷൻസ്, അനാലിസിസ് ഓഫ് ഹെൽത്ത് കെയർ, സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രാക്കിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് ഹെൽത്ത് കെയർ ആൻഡ് അനാലിസിസ് ഓഫ് ഹെൽത്ത് കെയർ. 4 പഠിച്ചു വെക്കണേ, എൻ്റെ ഒപ്പം പറയണം. സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രാക്കിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് ഹെൽത്ത് കെയർ. ഇനി രണ്ടാമത്തേതാണ് റീഇംബേഴ്സ്മെന്റ് ആൻഡ് ഇൻഷുറൻസ് പർപ്പസ്. റീഇംബേഴ്സ്മെന്റ് എന്ന് വെച്ചാൽ റീഫണ്ട്. ഓക്കെ, റീഇംബേഴ്സ്മെന്റ് ആൻഡ് ഇൻഷുറൻസ്, റീഇംബേഴ്സ്മെന്റ് ആൻഡ് ഇൻഷുറൻസ് പർപ്പസ്, റീഇംബേഴ്സ്മെന്റ് ആൻഡ് ഇൻഷുറൻസ് പർപ്പസ് എന്ന് പറയാം. ഇനി തേർഡ് എന്ന് പറയുന്നത് എന്താണ്? റിസർച്ച് ആൻഡ് എപ്പിഡമിയോളജി. മൂന്നാമത്തേതാണ് റിസർച്ച് ആൻഡ് എപ്പിഡമിയോളജി. ഓക്കെ, ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പറയാം ക്ലിനിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പേഷ്യന്റ്. ക്ലിനിക്കൽ ഡിസിഷൻ, ഞാൻ എപ്പോഴും മറന്നു പോകുന്നതാണ് ഈ നാലാമത്തെ. ക്ലിനിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പേഷ്യന്റ് കെയർ.
ക്ലിനിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പേഷ്യന്റ് കെയർ എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ പ്രധാനമായിട്ടും ICD കോഡുകളുടെ പർപ്പസസ് എന്ന് പറയുന്നത് 4 എണ്ണമാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രാക്കിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് ഹെൽത്ത് കെയർ, റീഇംബേഴ്സ്മെന്റ് ആൻഡ് ഇൻഷുറൻസ് പർപ്പസ്, റിസർച്ച് ആൻഡ് എപ്പിഡമിയോളജി. എപ്പിഡമിയോളജി എന്ന് വെച്ചാൽ കോസസ് ഓഫ് ഡെത്ത് ആൻഡ് കോസസ് ഓഫ് ദ ഡിസീസസ് ആണ് കേട്ടോ, സ്റ്റഡി ഓഫ് ഡിസീസസ് ആണ്. ദെൻ ഫോർത്ത് വൺ ഈസ് ക്ലിനിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പേഷ്യന്റ് കെയർ. ഇത്രയുമാണ് ICD കോഡുകളുടെ പർപ്പസസ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓൾറെഡി നമ്മൾ പഠിച്ചു, ICD എന്ന് പറയുന്നത് പീരിയോഡിക്കലി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഇറ്റ് ഈസ് അപ്ഡേറ്റഡ് ഇൻ പീരിയോഡിക്കലി ബൈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് കണ്ടു. അങ്ങനെയാണെങ്കിൽ എത്ര ICD വേർഷൻസ് നമുക്ക് കാണാൻ സാധിക്കും? അപ്പൊ നമ്മൾ ഏറ്റവും എമർജൻസി പഠിച്ചു വെക്കേണ്ട 2 വർഷങ്ങൾ എന്ന് പറയുന്നതാണ് 1992 അതോടൊപ്പം തന്നെ 2022. 1992 ആൻഡ് 2022. അതായത് ദ ലേറ്റസ്റ്റ് വെർഷൻ ഓഫ് ICD എന്നറിയപ്പെടുന്നത് ICD 11 ആണ്. ICD 11 ആണ് ലേറ്റസ്റ്റ് വെർഷൻ ഓഫ് ICD എന്ന് പറയുന്നത്. ഇറ്റ് വാസ് റിലീസ്ഡ് ഓൺ 1st January 2022. ഓക്കെ, ഇത് എന്താണ് റിലീസ് ചെയ്യുന്നത്? 2022 ജാനുവരി 1, 2022 അതിന് മുമ്പുള്ള വെർഷൻ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമുക്കറിയാം ICD 10 ആയിരിക്കും അല്ലെ. ICD 10 ആണ്. അത് 1992 റിലീസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഓർത്ത് വയ്ക്കുക. 1989. അപ്പൊ ഓർത്ത് വയ്ക്കുക. ഞാൻ ഇതൊന്ന് പതുക്കെ ഒന്ന് മായ്ക്കാണേ, ഇവിടെ ഒന്ന് എഴുതാൻ വേണ്ടി ഒന്ന് മായ്ക്കാണ് കേട്ടോ. 1989 ജനീവയിൽ നടന്ന ഇന്റർനാഷണൽ കോൺഫറൻസിലാണ് ഈ 10th റിവിഷൻ ഓഫ് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് അതിനെ എന്ത് ചെയ്യുന്നത്, അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി WHO കൺവീൻ ചെയ്യുന്നത് ഏത് ഇയറിലാണ്? 1989 ജനീവയിൽ നടന്ന കോൺഫറൻസിലാണ് 10th റിവിഷനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഈ WHO കൺവീൻ ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ബട്ട് ഇറ്റ് വാസ് ഇംപ്ലിമെന്റഡ് ഓൺ 1992. അത് എന്നാണ് ഇംപ്ലിമെന്റ് ചെയ്തത്? ICD 10 ഇംപ്ലിമെന്റ് ചെയ്തത് 1992 എന്ന് പഠിച്ചു വെക്കുക. ഇനി 72ാമത്തെ കോൺഫറൻസ് മീറ്റിംഗിലാണ് ICD 11 മെമ്പർഷിപ്പ് സ്റ്റേറ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി എഗ്രി ചെയ്യുന്നത്. 72nd മീറ്റിംഗിലാണ് ICD 11 ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള മെമ്പർഷിപ്പ് സ്റ്റേറ്റുകളുടെ അപ്രൂവൽ കിട്ടുന്നത്. ഇത് വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 2019. ബട്ട് ഇറ്റ് വാസ് റിലീസ്ഡ് ഓൺ 1st January 2022 എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പൊ മനസ്സിലായോ? 1989 ജനീവയിൽ നടന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ഫോർ ദ 10th റിവിഷൻ ഓഫ് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് വാസ് കൺവീൻഡ് ബൈ WHO in 1989. ഓക്കെ, 1989 ജനീവയിലാണ് 10th റിവിഷനെ കുറിച്ചുള്ള കാര്യങ്ങളെ പറയാൻ വേണ്ടി അത് WHO വിളിച്ചു കൂട്ടിയത് അല്ലെ കൺവീൻ ചെയ്തതെന്ന് പറയാം. പക്ഷെ അത് നിലവിൽ വന്നത് 1992. ഓക്കെ, ഇനി ICD 11 മെമ്പർഷിപ്പ് സ്റ്റേറ്റുകൾ അംഗരാജ്യങ്ങൾ അപ്രൂവൽ ചെയ്തത് 72ാമത്തെ മീറ്റിംഗിലാണ്. ഓക്കെ, അത് വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 2019. പക്ഷേ അത് എന്നാ നിലവിൽ വന്നെന്ന് ചോദിച്ചാൽ 1st January 2022 എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടത് ഈ 1992 2022 മനസ്സിലുണ്ടാവണം. കാരണം ഇത് 10th റിവിഷനും ഇത് 11th റിവിഷനുമാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് വെർഷൻ ഓഫ് ICD ഈസ് ICD 11. The latest version of ICD is ICD 11 and it was released on 1st January 2022. Okay, the membership states approved ICD 11 in 2019, but it was released in 2022 or it was released on 1st January 2022. കിട്ടിയോ കുഞ്ഞുങ്ങളെ? സെറ്റാണോ? ബട്ട് ഇത് 10th ICD 10th റിവിഷൻ
10th റിവിഷൻ. ഇപ്പം ഈ മെമ്പർഷിപ്പ് സ്റ്റേറ്റുകളൊക്കെ ICD 11 യൂസ് ചെയ്യാൻ റീസെൻ്റ്ലി തുടങ്ങിയതേ ഉള്ളൂ. പൊതുവെ 2022 ഇത് നിലവിൽ വരുമ്പോഴും 2019 ഈ മെമ്പർഷിപ്പ് സ്റ്റേറ്റ്സുകൾ അപ്രൂവ് ചെയ്യുമ്പോഴും ICD 10 ആണ് മെമ്പർഷിപ്പ് സ്റ്റേറ്റ്സുകൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ഒന്നുകൂടെ ഒന്ന് റീകോൾ ചെയ്യാം. ഇത്രയും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഇത്രയുമാണ്. അപ്പോൾ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ആണ് ICD എന്ന് വെച്ചാൽ. ICD എന്ന് വെച്ചാൽ ഒരു ഡയഗ്നോസ്റ്റിക് ടൂളാണ്. ഇത് മാനേജ് ചെയ്യുന്ന അല്ലെ ഓർഗനൈസ് ചെയ്തത് ആരാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. ഇനി ICD എന്ന് വെച്ചാൽ ICD is a set of code used by health care professionals to clarify or identify various health conditions. ഓക്കെ, ഇനി ICD കോഡുകളുടെ പർപ്പസ് എന്താ? സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രാക്കിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് ഹെൽത്ത് കെയർ. അടുത്തത് റിയംബേഴ്സ്മെന്റ് ആൻഡ് ഇൻഷുറൻസ് പർപ്പസ്, റിസർച്ച് ആൻഡ് എപ്പിഡമിയോളജി, ക്ലിനിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പേഷ്യൻ്റ് കെയർ, ക്ലിനിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പേഷ്യൻ്റ് കെയർ. അപ്പോൾ പ്രധാനമായും ഓർത്തിരിക്കേണ്ടത് ICD 10 എന്ന് പറയുന്നത് 1992 നിലവിൽ വരുന്നത്. പക്ഷേ അതിനെ അപ്രൂവ് ചെയ്യാൻ വേണ്ടി WHO വിളിച്ചു കൂട്ടുന്ന ജനീവയിൽ നടന്ന 1989 ജനീവയിൽ നടന്ന മീറ്റിങ്ങിലാണ്. ഇനി 72ാമത്തെ മീറ്റിങ്ങിൽ, അതായത് ഏകദേശം 2019 ഇത് ഓൾ മെമ്പർ സ്റ്റേറ്റ്സ് അപ്രൂവ്ഡ് ഇംപ്ലിമെന്റിംഗ് ഓഫ് ICD 11 at the 72 meeting of the World Health Assembly in 2019, but it was released on 1st January 2022. അപ്പോൾ എന്താണ്? 2019 മെമ്പർഷിപ്പ് സ്റ്റേറ്റ്സുകൾ അപ്രൂവ് ചെയ്തു, വേൾഡ് ഹെൽത്ത് അസംബ്ലിയിൽ ഇത് അപ്രൂവ് ചെയ്തു. പക്ഷേ ഇത് റിലീസ് ചെയ്യുന്നത് 1st January 2022 എന്നുള്ളത് പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് എന്ന് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ICD റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഫാക്റ്റുകളാണ്. ICD 1900 ഏറ്റവും ആദ്യമായിട്ട് നിലവിൽ വരുന്നത്. 1900 ICD ആദ്യമായിട്ട് നിലവിൽ വരുന്നത്. ICD 1 എന്ന് പറയുന്നത് 1900 സെക്കൻഡ് ICD 2 എന്ന് പറയുന്നത് 910. ഓക്കെ, ICD 2 എന്ന് പറയുന്നത് 910. ICD 3 എന്ന് പറയുന്നത് 921. ഓക്കെ, ICD 1 900, ICD 2 910, ICD 3 921. ICD 4 എന്ന് പറയുന്ന 1930 ICD 5 എന്ന് പറയുന്നത് 1939 1939 ICD 6 എന്ന് പറയുന്നത് 1949 എന്ന് കാണും. അപ്പം 900, 910 ഒന്ന് ICD 1, ICD 2, ICD 3, ICD 4, ICD 5, ICD 6. ഇനി ICD 7 എന്ന് പറയുന്നത് 1958 7 എന്ന് പറയുന്നത്. ഇനി 8 എന്ന് പറയുന്നത് 1968 ICD 8 എന്ന് പറയുന്നത് 1968 പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ICD 9 എന്ന് പറയുന്നത് 1978 ICD 10 നമ്മൾ ഓൾറെഡി പഠിച്ചു, 1992. ICD 11 റീസെന്റ് വെർഷൻ ഓഫ് ICD എന്ന് പറയുന്നത് ICD 11 എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയുമാണ് ICD 1, ICD 2, ICD 3, ICD 4, ICD 5, ICD 6, ICD 7, ICD 8, ICD 9 and ICD 10, and the latest one is ICD 11. It was released on 1st January 2022 എന്നുള്ളതൊന്ന് ഓർത്തു വയ്ക്കുക. ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് കോഡ്, ഇറ്റ് ഈസ് എ ഡയഗ്നോസ്റ്റിക് ടൂൾ, ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് ആൻഡ് മാനേജ്ഡ് ബൈ WHO ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്. ഉപയോഗിക്കുന്നതാണ്. ഇറ്റ് ഈസ് പീരിയോഡിക്കലി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതാണ്. എന്ത് കുഞ്ഞുങ്ങളെ? ICD എന്ന് പറയുന്നത് പീരിയോഡിക്കലി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതാണ് എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഡോക്ടർമാര്, നേഴ്സുമാര്, ഫാർമസിസ്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നതാണ് എന്ത് ICD കോഡുകൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 4 പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രാക്കിംഗ് ആൻഡ് ഹെൽത്ത് കെയർ കണ്ടീഷൻസ്, റീഇംബേഴ്സ്മെന്റ് ആൻഡ് ഇൻഷുറൻസ് പർപ്പസ്, റിസർച്ച് ആൻഡ് എപ്പിഡമിയോളജി, ക്ലിനിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പേഷ്യന്റ് കെയർ. ഓക്കെ, അപ്പോൾ സെറ്റാണ്. ലേറ്റസ്റ്റ് വെർഷൻ 11 ആണ്.
അതുപോലെ അതിന് മുമ്പുണ്ടായിരുന്ന ICD 10 ആണ്, 1992 ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി ഈ രണ്ട് ഒരു ICD 10 ഇത് ഇത്ര പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒന്ന് വായിക്കുകയാണേ. ICD 11 പ്രധാനമായിട്ടും 26 ICD 11 പ്രധാനമായിട്ടും 26 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. സോ 26 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അതിൽ ആ 26ാമത്തെ ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ ട്രഡീഷണൽ മെഡിസിൻസ് ആണ്. ഓക്കെ, 26ാമത്തെ ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ ട്രഡീഷണൽ മെഡിസിൻ ആണെന്ന് പറയാം. ഇത് പ്രിപ്പയർ ചെയ്ത സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടു. ട്രഡീഷണൽ മെഡിസിൻ 26 എന്ന് പറയുന്നത്. ഇനി മെന്റൽ ബിഹേവിയർ ഓർ ന്യൂറൽ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ് ചാപ്റ്റർ 6. അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കാം. ചാപ്റ്റർ 6 എന്ന് പറയുന്നത് മെന്റൽ ബിഹേവിയർ ഓർ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ. മെന്റൽ ബിഹേവിയർ ഓർ ന്യൂറൽ ഡെവലപ്മെന്റൽ ഡിസോർഡർ. ഇതും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. 2 ചാപ്റ്ററുകളാണ്, പ്രധാനമായിട്ടും 26 ചാപ്റ്റർ ആണുള്ളത്. അതിൽ 26ാമത്തെ 26 ചാപ്റ്റർ ഇൻഡിക്കേറ്റ്സ് ട്രഡീഷണൽ മെഡിസിൻസ് ആൻഡ് ഇൻ 6 ഇൻവോൾവ്സ് മെന്റൽ ബിഹേവിയർ ഓർ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ. പഠിച്ചു വെക്കുക. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് എക്സാമിന് വരാൻ സാധ്യതയുള്ളൊരു ഒരു മേഖലയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വായിക്കാം. പക്ഷെ ബേസിക്കലി നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ ഉള്ളിലേക്ക് പോയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളതുണ്ട് കേട്ടോ. അതായത് ഈ 26 ചാപ്റ്റേഴ്സിനെയും 2 സെക്ഷൻസിനെയും കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത്രയും ഡെപ്തിൽ വരാൻ സാധ്യതയില്ല. എന്താണ് ICD എന്നുള്ള ബേസിക്കലി ഉള്ള കാര്യങ്ങൾ വരാനേ സാധ്യതയുള്ളൂ. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കുക. ഇനി നിങ്ങളുടെ നോട്ട് അവൈലബിൾ ആണെങ്കിൽ അതും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഏകദേശം എല്ലാം സെറ്റ് ആവും. എന്ന് വെച്ചാൽ നാളെ മിസ് ICDSന്റെ ക്ലാസ്സിലൊന്നും നിങ്ങൾ വിചാരിക്കരുത്. 2 ദിവസം ഗ്യാപ്പില്ല. കാരണം പ്രീ പ്രൈമറിയുടെ എക്സാം വരുന്നു, HSSTയുടെ നിങ്ങൾക്ക് എക്സാം, HSST മലയാളത്തിൻ്റെ എക്സാമാണ്. അപ്പം അവർക്കൊക്കെ ആവുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ നോട്ട്സ് കൊടുക്കാം, അല്ലെ ക്ലാസ് കൊടുക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2 ദിവസം 3 ദിവസം ഗ്യാപ്പിൽ നിങ്ങൾക്കും തരാം. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായും ഇനി എന്ത് ചെയ്യാം, ക്ലാസ്സുകളുമായി മുന്നോട്ട് പോകാം. ഒക്ടോബർ ആകുമ്പോഴത്തേനും എനിക്ക് ചെയ്ത് തരാൻ സാധിക്കുന്ന ടോപ്പിക്കുകളെല്ലാം തന്നെ നമുക്ക് ഇതുപോലെയൊന്ന് റിവിഷനായിട്ട് തന്നെ പഠിച്ചു പോകാം. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. പ്രധാനമായിട്ടും നമ്മൾ ICDSന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നമുക്ക് എടുത്ത് വായിച്ചു നോക്കാം. അപ്പോൾ ഏകദേശം നമുക്കൊരു എന്ത് കിട്ടും, ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് എക്സാമിന് വരുന്നതെന്നുള്ള കാര്യങ്ങൾ പഠിച്ചു പോവുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ICDSുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നതിന് വഴി കയറി പോവുകയാണെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ക്ലാസ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഡിയേഴ്സ്, അപ്പം വീണ്ടും മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.